നീ എന്നെ സഹനശക്തി അളക്കാൻ നോക്കരുത് എന്ന് നമുക്ക് പലപ്പോഴും പല ആൾക്കാരോടും പറയേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഈ സഹനശക്തി അളക്കുന്നതിനൊരു മത്സരം തന്നെയുണ്ട്. പറഞ്ഞു വരുന്നത് വാഹന ലോകത്തെ കൗതുകകരമായ ഒരു റേസിനെ പറ്റിയാണ്. അത് ലിമാൻസ് 24 hours എന്ന് പറയുന്ന ഒരു റേസിനെ പറ്റിയാണ്. അതായത് 24 മണിക്കൂർ വാഹനം ഓടണം. അപ്പോൾ ഒരു ട്രാക്കിലാണ്, ട്രാക്കിന്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 24 മണിക്കൂർ ഏത് വാഹനമാണോ നിർത്താതെ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അവരായിരിക്കും ആ മത്സരത്തിലെ വിജയി. ഫ്രാൻസിലെ ലിമാൻസ് എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു ട്രാക്കിലാണ് നടത്തുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ നടത്താറുണ്ട്. അപ്പോൾ ലിമാൻസ് 24ന്റെ പ്രത്യേകത ഇവിടെ പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ലിമാൻസിൽ ഓടി വിജയിച്ച ഒരു മിനിയേച്ചറുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതാണ് ആ മുതല്. മെക്ലാരൻ F1 GT-R എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കാറാണ് ഈ കാണുന്നത്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകും. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കാണാനുള്ള സഹനശക്തി എല്ലാവർക്കും കൊടുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. വെൽക്കം ബാക്ക്. അപ്പൊ സാധാരണഗതിയിൽ റേസ് ട്രാക്കിലൊക്കെ ഓടിത്തെളിഞ്ഞ വാഹനം റോഡ് ലീഗലാക്കി പുറത്തിറക്കിയിട്ടുള്ള ചരിത്രമാണ് പല കമ്പനികളും ചെയ്തിട്ടുള്ളത്. എന്നാൽ മെക്ലാറന്റെ കാര്യം നേരെ തിരിച്ചാണ്. ആദ്യം ഒരു റോഡ് ലീഗൽ വെർഷൻ ഇറക്കി, അതാണ് ഈ മെക്ലാറൻ F1 എന്ന് പറയുന്നത്. അതിനുശേഷം അതിന്റെ ഒരു റേസ് ട്രാക്കിന് വെർഷനായിട്ട് പ്രത്യേകം നിർമ്മിച്ച ഒരു മോഡൽ ഇറക്കി, അതാണ് മെക്ലാരൻ F1 GT-R എന്ന് പറയുന്നത്. അതാണ് ഈ ലീമാൻസിലൊക്കെ പങ്കെടുത്തത്. അപ്പൊ അങ്ങനെ തലതിരിഞ്ഞ ഒരു ചരിത്രമുള്ളൊരു മോഡൽ കൂടിയാണ് ഈ മെക്ലാരൻ F1. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു കോക്പിറ്റ് ആണ്. കണ്ടില്ലേ, സെൻട്രലി മൗണ്ടഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ്. അതായത് നമ്മൾ ഡ്രൈവർ നടുക്കിയിരിക്കും, ബാക്കി 2 പാസഞ്ചേഴ്സ് ഡ്രൈവറിന്റെ ഇടതുവശത്തും വലതുവശത്തായിരിക്കും. നമ്മുടെ നാട്ടിലെ ചില ഹൗസ്ഫുൾ ഓട്ടോകൾ പോകുന്ന മാതിരിയാണ്. അതായത് സായിപ്പിന്റെ നാട്ടില് ഇത് കുറച്ച് സ്പോർട്സ് കാർ വെർഷനായിട്ട് മാറി. നമ്മുടെ നാട്ടിലെ ആട്ടോയിലാണ് ഈ ഡ്രൈവർ ചട്ടിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇതിന്. അതായത് ഡ്രൈവർ സീറ്റ് സെൻട്രലി മൗണ്ടഡ് ആണ്, പാസഞ്ചർ സീറ്റ്സ് ഇടതുവശത്ത് വലതുവശത്തായിട്ട് കുറച്ച് മാറിയിട്ടാണ്. അതായത് 92 പ്രൊഡക്ഷൻ തുടങ്ങി 98 അവസാനിപ്പിച്ചു. അപ്പൊ ഈ കാലയളവിൽ ആകെ 106 എണ്ണമാണ് ഈ ഒരു മോഡല് ലോകത്താകമാനം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് റയർ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു മൂല്യവും കണക്കാക്കുന്നത്. ഇപ്പൊ 150 കോടിക്കൊക്കെ ലേലത്തിൽ വിറ്റ് പോയിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസ് കേട്ടിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിന്റെ പേര് മെക്ലാരൻ F1 എന്നാണല്ലോ, പക്ഷേ F1 കാറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപമാണല്ലോ ഇതിനെന്ന്. അതിന്റെ ഉത്തരം ഇതാണ്. അതായത് ഇതിന്റെ മാനുഫാക്ചേഴ്സായ മെക്ലാരൻ ഇത് പുറത്തിറക്കുമ്പോൾ അവർക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, റോഡ് ലീഗലായിട്ടുള്ള ഒരു F1 കാർ നിർമ്മിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ F1 കാറിലുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസും ടെക്നോളജിയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മോഡൽ പുറത്തിറക്കിയത്. അതായത് ഇത് വാങ്ങുന്ന ആൾക്ക് F1 കാർ ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് F1 കാറിലുള്ള പോലെ അതേപോലെ തന്നെ ഒരു കോക്പിറ്റ് ഡിസൈൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു. അതായത് F1 കാറിൽ 2 വീലുകളുടെ നടുക്കായിട്ടാണ് ഡ്രൈവറുടെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോക്പിറ്റ് കൊണ്ടുവന്നു, പാസഞ്ചേഴ്സ് 2 സൈഡിലേക്ക് മാറി. അതാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ രസകരമായ മറ്റൊരു മിനിയേച്ചർ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.